ഇൻസ്റ്റന്റ് ഫുഡ്സിന്റെ പ്രിയ പാലടയും മറ്റു പായസം മിക്സുകളും വള്ളുവനാടൻ രുചിഭേദങ്ങൾക്ക് കോട്ടം തട്ടാതെ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ വിശാലമായ ഫാക്ടറിയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾ. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം. വള്ളുവനാടൻ തനിമയുള്ള രുചിപ്രിയ അച്ചാറുകൾ, കൊണ്ടാട്ടങ്ങൾ, ചമ്മന്തിപ്പൊടി തുടങ്ങി 50-ൽ പരം രുചിയാർന്ന ഉൽപ്പന്നങ്ങൾ. ഗ്രാമശ്രീ ഫുഡ്സിന്റെ സ്പെഷ്യൽ പുട്ടുപൊടിയും മറ്റു പലഹാരപ്പൊടികളും രുചിച്ചറിയും നാവിലെന്നും പ്രിയതൻ മുഖത്തും. പ്രിയ ഇൻസ്റ്റന്റ് ഫുഡ്സ്, പെരിന്തൽമണ്ണ, മലപ്പുറം. നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് എല്ലാവർക്കും രാമായണ സമസ്യയിലേക്ക് സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറേ കോളേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അതെല്ലാം ഓക്കെ, നമ്മൾ കണ്ടിരുന്നു. രാമായണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം കോൾ ഉണ്ട്, നമുക്ക് ഇതിൻ്റെ ബാക്കി എന്തായാലും കോൾ എടുത്തതിന് ശേഷം സംസാരിക്കാം. നമസ്കാരം. ഹലോ. നമസ്കാരം. രാമായണ സമസ്യയിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ. ഗോകുൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ചപ്പളശ്ശേരി നിന്നാണ്. അത് ശരി. ഗോകുൽ എന്താ ചെയ്യണേ? എന്തിനാണ്? +1. ഗോകുൽ ഏത് സ്കൂളാണ് പഠിക്കുന്നത്? അവിടെ ഹൈസ്കൂളിൽ തന്നെ, ചപ്പളശ്ശേരി ഹൈസ്കൂളിൽ അല്ലേ? രാമായണമൊക്കെ വായിക്കാറുണ്ടോ? പറ്റുന്ന സമയത്ത് വായിക്കാറുണ്ട്. അപ്പൊ രാമായണൊക്കെ കരച്ച് കലക്കി കുടിച്ചിരിക്കുക? അങ്ങനെയൊന്നുമില്ല. പിന്നെ രാമനോ മുണ്ടില്ല, ലക്ഷ്മണനോ തോർത്തില്ല, അതൊക്കെ പറയാറുണ്ടോ? ഇല്ലല്ലോ. രാമായണം വായിക്കുമ്പോൾ നേരെ വായിക്കണം കേട്ടോ. എന്നാ ചോദ്യം ചോദിക്കട്ടെ? ഈസി ചോദിക്കാം. ആദ്യത്തെ ചോദ്യം ഈസി ആയി ചോദിക്കാം, പിന്നത്തെ ചോദ്യം കുറച്ചുകൂടി ടഫായിട്ട് ചോദിക്കാം, പിന്നത്തെ നല്ല ചോദ്യം ചോദിക്കാം. രാമായണം വായിക്കുന്ന ആളായതുകൊണ്ട് എല്ലാം ചോദിക്കാമല്ലോ അല്ലേ? ഗോകുലെ ചോദിക്കട്ടെ? ഓക്കെ. അപ്പൊ എന്നാ ആദ്യത്തെ ചോദ്യം, ദേവേന്ദ്രനെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ദേവേന്ദ്രനെ ജയിച്ച ഒരു രാക്ഷസന്റെ പേര് പറയുന്നുണ്ട്. ദേവേന്ദ്രനെ ജയിച്ച ഒരു രാക്ഷസന്റെ പേര് രാമായണത്തിൽ പറയുന്നുണ്ട്. ആരാണ്? ദേവേന്ദ്രൻ ആരാ? അതിന്റെ പേരൊക്കെ ആയിട്ട് സാമ്യമൊക്കെ ഉണ്ട്. ചേടാ, ഇതുപോലും ഗോകുലേ രാമായണത്തിലെ ഉള്ള ഒരു കഥയാണെന്ന് പറഞ്ഞു. പിന്നെ ദേവേന്ദ്രന്റെ പേരുമായിട്ട് സാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞു. എത്ര ക്ലൂ തരാ ഗോകുലേ? ദേവേന്ദ്രന്റെ പേരെന്താ? ദേവേന്ദ്രൻ എന്ന് പറയാൻ ആരെ? ഇനി ഞാൻ പറയില്ല, ഇനി ഞാൻ മിണ്ടില്ല. പ്ലസ് ടു കാരനാണ് ഗോകുല്, ഞാൻ മിണ്ടില്ല. ദേവേന്ദ്രനെ ജയിച്ച രാക്ഷസൻ ആര് എന്നാണ് ചോദ്യം. ഈശ്വരാ, രാക്ഷസന്റെ പേരൊക്കെ ഒന്ന് ഓർത്ത് നോക്ക്. വേറെ ക്ലൂവോ? ഇപ്പൊ ഇതന്നെ ഏറ്റവും നല്ലൊരു ക്ലൂവാ. നോക്കി നോക്ക. രാക്ഷസന്മാരുടെ പേരൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തെടുക്ക്. ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ പേരല്ല പറഞ്ഞത്, രാക്ഷസന്മാരുടെ പേരാ പറഞ്ഞത്. അതെ ഗോകുലേ, സമയം. ആൻസർ പറയട്ടെ? ഹലോ, ഇന്ദ്രജിത്താണ് ആൻസർ. അതല്ല ഞാൻ ഇന്ദ്രൻ ആരാ ദേവേന്ദ്രൻ എന്നൊക്കെ ചോദിച്ചു. അതിൽ തന്നെ ഉണ്ട് ഇന്ദ്രൻ എന്ന്. ആ പേരിനോട് സാദൃശ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. രാക്ഷസന്മാരെ പേരിട്ട് കഴിഞ്ഞാൽ തന്നെ അതിൽ ഇന്ദ്രൻ ആരൊക്കെ വരുന്നത്? ഇന്ദ്രജിത്തിനല്ലേ? സാരല്ല. ഇനി നമുക്ക് വിളിക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, രാമായണൊക്കെ നേരെ വായിക്കുക കേട്ടോ. വിളിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ. അപ്പോൾ നമ്മളെ വിളിച്ചിരുന്നത് ഗോകുലാണ്. ഗോകുലിനോട് ഇത്രയൊക്കെ ഞാൻ ക്ലൂ കൊടുത്തു. സാരില്ല, നമുക്ക് ഇനിയും ശ്രമിക്കാമല്ലോ ഗോകുലെ. നമുക്കൊരു കോളർ കൂടെ ഉണ്ട്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം. രാമായണ സമസ്യയിലേക്ക് സ്വാഗതം. ആരാണ്? രജത്ത്. രജത്ത് എവിടെ നിന്ന് വിളിക്കുന്നത്? ശ്രീകൃഷ്ണപുരത്ത്. രജത്തിന് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? രജത്തെ, എന്തായി രാമായണ മാസമൊക്കെ? കർക്കിടക മാസമൊക്കെ കഴിയാറായോ? കഴിയാറായോ? നീ ഉണ്ട് ഒരു 2 ആഴ്ച അല്ലേ? എന്താ അവിടെ സൗണ്ട് എന്തൊക്കെ? ഒന്നുമില്ല അല്ലേ? എന്നാ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ഞാൻ. രാവണന്റെ മകന്റെ പേരെന്താണ്? രാവണന്റെ മകന്റെ പേര്
ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത്. ആ ഓക്കെ. ആ അടുത്ത ചോദിക്കട്ടെ. ആ കൈലാസത്തെ ഇളക്കിയത് ആരാണ്? രാവണൻ. രാവണൻ. അതെന്താ സന്ദർഭം എന്ന് പറയാൻ പറ്റുമോ? അത് സന്ദർഭം എന്ന് പറയാൻ പറ്റുമോ? അത് പാർവതി ശിവനും കൂടി തെറ്റിയിരിക്കുമ്പോ പാർവതി രാവണൻ കൈലാസം പിടിച്ചു കുലുക്കി. അപ്പൊ പാർവതി ശിവന്റെ അടുത്ത് വന്നിട്ട് എന്ത് പറഞ്ഞു? അപ്പൊ എന്താ പറഞ്ഞേ? ശിവൻ എന്തെങ്കിലും ചെയ്തു? അപ്പോ ശിവൻ എന്താ ചെയ്തു? രാവണനെ പ്രസാദിച്ചു. രാവണനെ പ്രസാദിച്ചു. കഥയൊക്കെ അവിടെയും ഇവിടെ ഒക്കെ എന്തൊക്കെയോ കുറെ കേട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? ആ ഉത്തരം ശരിയാണ്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ. അഹല്യയുടെ പിതാവ് ആരായിരുന്നു? അഹല്യ. അഹല്യ കേട്ടിട്ടില്ല? അഹല്യ മോക്ഷം കേട്ടിട്ടുണ്ടോ? അഹല്യയുടെ പിതാവിന് ക്ലൂ തരാൻ പറ്റില്ല. ഇത് മൂന്നാമത്തെ ചോദ്യമായി. ഞാൻ രണ്ടെണ്ണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദിച്ചില്ലേ? ഇല്ലേ? അപ്പൊ ഇനി മൂന്നാമത്തേന് ക്ലൂ തരാൻ പറ്റുമോ? ഒന്നാമത്തേനും രണ്ടാമത്തേനും ക്ലൂ തരാം. ഒന്നാമത്തേന് ക്ലൂ കൊടുക്കാൻ പാടുമെന്ന് അവിടെ നിന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് മാമന്മാര്. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അടിയെന്നാ പറഞ്ഞത്. പിന്നെ നമ്മുടെ രജത്തല്ലേ, നമ്മുടെ ഗോകുലല്ലേ എന്നൊക്കെ പറഞ്ഞതിന് കൊടുക്കുകയാണ് ക്ലൂ. ഒരു മഹർഷിയാണ്. മഹർഷിയാണോന്നോ? അയ്യോ അല്ലല്ല, മഹർഷിയല്ല. രജത്തെ ഇനി ആലോചിക്കാൻ പറ്റില്ല. സമയം നോക്കണം. അഹല്യയുടെ പിതാവ് ആര്? ഞാൻ ഒരു ക്ലൂ കാണിച്ചു. ഇനി ഞാൻ പറയില്ല. അത് ഞാൻ കാണിച്ചു തരില്ല. വീട്ടിലാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും. ഇപ്പൊ നോക്കിയിരിക്കുക അല്ലേ? ഇനി പറയില്ല. അതെന്താ ക്ലൂ എന്നോ ആലോചിക്കുന്നത്? അത് ഇനി ഞാൻ പറയില്ല. ഇത് കൂടുതൽ ക്ലൂ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാ. അഹല്യയുടെ പിതാവ് ആര്? സാരില്ല നേരത്തെ നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പൊ സാരില്ല, നമുക്ക് ഉത്തരം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൽ കേൾക്കാം കേട്ടോ. അഹല്യയുടെ പിതാവ് ആരെന്ന് അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാം. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹിന്ദുത്വത്തെ കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആർക്കൊന്നും വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള അഭിപ്രായങ്ങൾ കേട്ടതിൽ വളരെയധികം സന്തോഷം. അതേപോലെ തന്നെ പല അമ്പലങ്ങളിലും ഇപ്പോൾ രാമായണ മാസാചരണം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമ്പലങ്ങളിൽ പല 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 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവരും ആനയോട്ട് പ്രസാദ വിതരണം അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട്. എല്ലാറ്റിലും പങ്കുകൊള്ളണം. നമുക്കൊരു കോളറുണ്ട്. നമസ്കാരം. നമസ്കാരം. രാമായണ സമസ്യയിലേക്ക് സ്വാഗതം. ആരാണ്? പാർവതി. പാർവതി എവിടെന്നാ വിളിക്കുന്നത്? ആ ഫോണിന്റെ ശബ്ദം ഒന്നുകിൽ ടിവിയുടെ വോളിയം കുറയ്ക്കുക. ആ ഫോണിന്റെ അടുത്തുനിന്ന് മാറ്റൂ, ടി വി ഒന്ന് മാറ്റൂ. ടിവിയുടെ വോളിയം കുറയ്ക്കൂ. ഒന്നുകിൽ ഫോൺ എടുത്തിട്ട് കുറച്ച് ദൂരെ പോവാ. കുറച്ചില്ല. ഹലോ. ഓക്കെ. ഓക്കെ പറയൂ. എവിടെ നിന്ന് വിളിക്കുന്നത്? കൊളക്കാട് അല്ലേ? ആ ടി വിയുടെ അടുത്തേക്ക് നോക്കരുത്. ആ കോള് കട്ടായിട്ടുണ്ട്. സാറില്ല, നമുക്ക് ഇനിയും പാർവതി വിളിക്കുക. അതുപോലെ തന്നെ ഹിന്ദുത്വത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും വളരെയധികം ഉന്മേഷത്തോടെ എടുത്തു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ അന്ന് ഞാനൊരു കാര്യം ഓടിച്ചിന് പറഞ്ഞു പോയി അല്ലേ? കുട്ടികളോട് പറയാനുള്ളൊരു കാര്യമായിരുന്നു. എണീച്ചു കഴിഞ്ഞാൽ കൈകൾ നോക്കി ആദ്യം പറയേണ്ടത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലെ സിതാ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പറയണമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ കോളിന് ശേഷം പറയാം. നമസ്കാരം. നമസ്കാരം. രാമായണ സമസ്യയിലേക്ക് സ്വാഗതം. ആരാണ്? വിനോജ്. എന്താണ്? ഡിലാദ്. DIYAD ആണോ? വിനോദാണോ? ഓക്കെ. അതിന് VINOD എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പേടിച്ചു പോയി. ഓക്കെ, വിനോദേ എവിടെന്നാ വിളിക്കുന്നത്? വാഴയങ്കട. വിനോദ് എവിടെ പഠിക്കുന്നത്? തൂതയില്. എത്രാം ക്ലാസ്സിലെത്തി? +2. ഒക്കെ ഒന്ന് +2കാരുടെ ഒരു നിരയാണല്ലോ. ഗോകുല്, വിനോദ്. വിനോദേ, അഹല്യ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? അഹല്യ മോക്ഷം.
അറിയാം. ആദ്യം അഹല്യാമോക്ഷത്തിന്റെ ഒരു ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? അഹല്യാമോക്ഷ സമയത്ത് ശ്രീരാമൻ പാറമേൽ കാല് വെച്ചുകൊണ്ട് ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണത്? അഹല്യാമോക്ഷ സമയത്ത് ശ്രീരാമൻ പാറയുടെ മേൽ കാല് വെച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ വാക്ക് എന്താണെന്നാണ് ചോദിച്ചത്. ഞാനാകുന്നു എന്നൊക്കെ അർത്ഥം വരും. അറിയില്ല, സാരില്ല. ഇനി വിളിക്കണം കേട്ടോ. വിളിച്ചതിന് വളരെയധികം നന്ദി. ഇപ്പോൾ നമ്മളെ വിളിച്ചിരുന്നത് വിനോദായിരുന്നു. വിനോദിന് ഉത്തരം അറിയില്ല എന്ന് ഓപ്പണായിട്ട് തുറന്നെന്ന് പറഞ്ഞു. അപ്പോൾ വിനോദേ, ആൻസർ നോക്കി പഠിക്കുക. സാരില്ല, നമുക്കിനി ഒരു കോളർ കൂടി ഉണ്ട്. നമസ്കാരം. 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 രാമായണ സമയത്തിലേക്ക് സ്വാഗതം. രജത്താണ്. രജത്തെ, ഫോൺ കട്ട് ചെയ്തതിന് വീണ്ടും വിളിക്കുകയാണല്ലേ? ഒരു പ്രാവശ്യം വിളിക്കാൻ പാടുള്ളൂ കേട്ടോ. സാരില്ല, ഇനി എന്തായാലും രജത്ത് വിളിച്ചതല്ലേ. രജത്ത്, ഞാനിപ്പോൾ ചോദിച്ച ചോദ്യം കേട്ടിരുന്നോ? അഹല്യാമോക്ഷ സമയത്ത് ശ്രീരാമൻ പാറയുടെ മേൽ കാൽ വെച്ചുകൊണ്ട് ഒരു വാക്ക് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഞാനാകുന്നു എന്ന പോലെ ഉള്ളൊരു അർത്ഥം വരും. അങ്ങനെ ഒരു അർത്ഥം വരും. ഞാനാകുന്നു എന്നല്ല, ആ രീതിയിലുള്ള അർത്ഥം വരും. ഞാനാകുന്നു എന്നർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രം ഞാനാകുന്നു മാത്രം പറയരുത്. ഇനി ഞാൻ പറയില്ല. അതൊക്കെ തന്നെയാ, പക്ഷെ അതിന് കുറച്ചൊക്കെ ഉണ്ട്. ആലോചിക്ക്, വേഗം ആലോചിക്ക്. ശ്രീരാമൻ പാറമേൽ കാല് വെച്ചുകൊണ്ട് അഹല്യാമോക്ഷ സമയത്ത് പറഞ്ഞ വാക്കെന്ത്? രജത്തെ, അഹം ഉത്തരം പകുതി ശരിയാണ് ഞാൻ പറഞ്ഞു. ബാക്കി അതിന് മുമ്പത്തെ കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ശ്രീരാമചന്ദ്രൻ പറഞ്ഞ വാക്കുകളാണ്. രജത്തെ പോയോ? അയ്യോ അയ്യോ അയ്യോ, അല്ല, തെറ്റി പറയരുത്. ഒന്നുകൂടി ആലോചിച്ച് നോക്ക്, വേഗം ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ പറഞ്ഞതൊക്കെ തന്നെ ഒന്ന് വേഗം ഒന്നുകൂടി ഒന്ന് കറക്കിയെടുത്ത് നോക്ക്, വേഗം. സമയം പോയി. രജിത്തെ, സാരില്ല, ഇനിയും വിളിക്കണം കേട്ടോ. ഞാൻ അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാം. ഇപ്പം രജത്ത് നമ്മളെ വീണ്ടും വിളിച്ചിരുന്നു. സാറില്ല, ഇനി നമുക്ക് അടുത്ത കോളറോട് ചോദിച്ചിട്ട് നമുക്ക് ഉത്തരം പറഞ്ഞു കേട്ടോ. രജത്തെ, ഞാൻ പറഞ്ഞു തന്ന മന്ത്രം കേട്ടിരുന്നു. കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലെ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് 2 കൈകളും നോക്കിയിട്ട് രാവിലെ എണീറ്റ് ഉടനെ ചെല്ലണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആചാരപ്രകാരം നമ്മൾ ഒരു പ്രാർത്ഥിക്കുകയാണെന്ന്. പ്രാർത്ഥന മാത്രമല്ല, അതിനുള്ളൊരു സയൻറ്റിഫിക് തിങ് കൂടിയുണ്ട്, പറഞ്ഞുതരാം. നമസ്കാരം. രാമായണ സമസ്യയിലേക്ക് സ്വാഗതം. ആരാണ്? ഒന്ന് ഉറക്കെ സംസാരിക്കൂ. അടയ്ക്കാവത്തൂർന്ന് ആരാണ്? ഗോപ. ശോഭ എന്താ ചെയ്യണേ? ശോഭ ഹൗസ് വൈഫാണ്. ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യണു? കരാർ പണിയാണ്. അത് ശരി. കുട്ടികളെ വീട്ടിലുണ്ടോ? ആരുമില്ല. ഓക്കെ. ശോഭേച്ചി, ഞാൻ ചോദ്യം ചോദിക്കട്ടെ? എളുപ്പമുള്ള തന്നെ. ആദ്യത്തെ ചോദ്യം ഇതന്നെ. അഹല്യാമോക്ഷ സമയത്ത് ശ്രീരാമചന്ദ്രൻ പാറമേൽ കാൽ വെച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്ത്? ചോദിച്ചൊന്നുകൂടി ആലോചിച്ച് നോക്കൂ. പകുതി നമ്മുടെ രജത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയോ? ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. രജത്ത് ഒരു ആൻസർ പറഞ്ഞു പകുതിയായിട്ട്. എന്നിട്ട് തന്നെ കുറേയൊക്കെ ശ്രമിച്ചു നോക്കി, നടന്നില്ല. എന്താ വേറെന്തേലും ക്ലൂ പറഞ്ഞാൽ ഞാനാകുന്നു എന്നുള്ള ക്ലൂ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ശ്രീരാമചന്ദ്രൻ എന്നുള്ളൊരു ക്ലൂ തന്നു. ശ്രീരാമചന്ദ്രൻ പാറമേൽ കാൽ വെച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് എന്ത് എന്നാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് കിട്ടുന്നില്ല. സാരമില്ല, ഇനിയും വിളിക്കണം കേട്ടോ.
ഓക്കെ, അപ്പോൾ എല്ലാവരോടും അന്വേഷണം പറയൂ. വിളിച്ചതിന് വളരെയധികം നന്ദി. നമ്മളിപ്പോൾ വിളിച്ചത് ശോഭ ചേച്ചിയായിരുന്നു. ശോഭ ചേച്ചി പെട്ടെന്ന് കിട്ടുന്നില്ല എന്ന്. പെട്ടെന്ന് കിട്ടണ്ട, ഇനി എന്തായാലും ഒന്നുകൂടി സമയം എടുത്തിട്ട് കിട്ടിയിട്ട് വിളിച്ചാൽ മതി. നമുക്കൊരു കോളർ കൂടി ഉണ്ട്. കോൾ കട്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാര്യം ഞാൻ കുറച്ചും പേര് സയൻറ്റിഫിക് തിങ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരാഗ്ര വസ്തുലക്ഷ്മിയുടെ സയൻറ്റിഫിക് തിങ് പറയാൻ മുമ്പേ ഒരു കോൾ കൂടി ഉണ്ട്, എടുക്കാം. നമസ്കാരം. രജത്തെ, നീ സമ്മാനം മേടിച്ചിട്ടേ പോയിട്ടാല്ലേ? ഉത്തരം കണ്ടുപിടിച്ചിട്ടാവും വിളിക്കണത്. വേറെ ക്വസ്റ്റ്യനോ? അതെ, 2 വട്ടത്തിൽ കൂടുതൽ വിളിക്കാൻ പാടില്ല. അത് 2 വട്ടം തന്നെ ഇല്ല, 1 വട്ടത്തിൽ കൂടുതൽ വിളിക്കാൻ പാടില്ല എന്നാണ് ഇത്. ഇപ്രാവശ്യം വിളിച്ചോണ്ട് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്, മാറ്റിയിട്ടില്ല. അറിയാലോ, ഇപ്പോൾ കുറച്ചും പേര് ശോഭ ചേച്ചിയോട് ഇതേ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, മാറ്റിയിട്ടില്ല. ഇതേ ചോദ്യം അഹല്യ മോക്ഷ സമയത്തിൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞ വാക്കെന്ത്? രജത്തെ, അതറിയില്ല പറഞ്ഞു. ഞാൻ ക്വസ്റ്റ്യൻ മാറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് പറയണത് 1 വട്ടം വിളിച്ചാൽ പിന്നെ വിളിക്കരുതെന്ന് പറഞ്ഞത്. അറിയില്ല, സാരില്ല, നമുക്ക് ഇനിയും വിളിക്കണം കേട്ടോ. ഇപ്പോൾ വിളിക്കണ്ട, ഇനി പിന്നെ വിളിച്ചാൽ മതി. ഓക്കെ, രജത്ത് ഇന്ന് എന്തായാലും സമ്മാനം വാങ്ങിക്കണം എന്നുള്ളൊരു ഇതിൽ നിൽക്കായിരുന്നു. സാറിൻ്റെ രജത്തെ, നമുക്ക് ഇനിയും വിളിക്കാം. ഇനി നമുക്ക് അടുത്ത ഒരാഴ്ച കൂടിയും പ്രോഗ്രാം ഉണ്ടല്ലോ അല്ലേ? നമുക്ക് ഒരു കോളർ കൂടി ഉണ്ട്, അതൊന്ന് എടുത്തു നോക്കാം. നമസ്കാരം. രാമായണ സംസ്ഥയിലേക്ക് സ്വാഗതം. ആരാണ്, പറയൂ. ഉദിത്ത്. ഉദിത് ചൈതന്യാണോ? വെറും ഉദിത്താണോ? ഉദിത്ത് മാത്രമേ ഉള്ളൂ. ഉദിത് ചൈതന്യജി അറിയോ? ഉദിത് ചൈതന്യെ അറിയോ? അറിയും. രാവിലെ 6 മണിക്ക് ഏഷ്യാനെറ്റിൽ കാണാറുണ്ട് അല്ലേ? എന്നാൽ ഈ പര്യാമറ്റക്കാവിൽ ഡിസംബറിൽ അദ്ദേഹത്തിന് സപ്താഹം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചോ. ഡിസംബർ വെക്കേഷനിൽ പര്യാമറ്റ ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? മംഗലാകുന്ന് പര്യാമറ്റ ക്ഷേത്രം അറിയോ? അവിടെ അദ്ദേഹത്തിന് സപ്താഹം ഉണ്ട് ഡിസംബർ വെക്കേഷനിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് പോന്നു. അപ്പോൾ ഉദിത്ത് എവിടെ നിന്ന് വിളിക്കുന്നത്? കിള്ളിക്കോട്ടൂർശി. ഉദിത്ത് എത്രയിലാണ് പഠിക്കണത്? 9ലെത്തി. എടുക്കാം. അപ്പോൾ രാമായണൊക്കെ വായിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഉണ്ടല്ലേ? അപ്പം എന്നാ ഉദിത്തെ ചോദ്യം ചോദിക്കട്ടെ? ഞാൻ ഈ ചോദിച്ച ചോദ്യം കേട്ടിരുന്നു. ആ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അഹല്യ മോക്ഷ സമയത്ത് ശ്രീരാമചന്ദ്രൻ പാറമേൽ കാൽ വെച്ചുകൊണ്ട് അഹല്യ മോക്ഷത്തിന് വേണ്ടി പറയുന്ന വാക്കാണത്. അതെന്തായിരുന്നു? ശ്രീരാമചന്ദ്രൻ പറയുന്ന വാക്ക് എന്തായിരുന്നു? ഒന്നുകൂടി പറയൂ, കേട്ടില്ല. അല്ല, ശ്രീരാമചന്ദ്രൻ ഞാനായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരർത്ഥം വരും. ഇനി ഞാൻ ക്ലൂ തരുന്നത് ഞാൻ ഇതേ ഇപ്പം നോക്കി നോക്കാം. 3ാമത്തെ ആളോടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത്രയും നേരം ഞാൻ ക്ലൂ പറഞ്ഞിരുന്നു. അതെ, സാറില്ല, നമുക്ക് ഇനിയും വിളിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഉദിത്ത് നന്നായിട്ട് പഠിക്കുക. എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വിളിച്ചതിന് വളരെയധികം നന്ദി. നമ്മൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ പറയാം. അഹല്യ മോക്ഷ സമയത്ത് ശ്രീരാമചന്ദ്രൻ അഹല്യ മോക്ഷത്തിന് വേണ്ടി പാറമേൽ കാൽ വെച്ച് പറഞ്ഞത് വേറൊന്നും ആയിരുന്നില്ല, രാമോഹം എന്നായിരുന്നു. രാമോഹം എന്ന വാക്കായിരുന്നു. കുറച്ചുകൂടി നമ്മുടെ രജത്ത് വിളിച്ചിട്ട് പറഞ്ഞു അഹം രാമം എന്നൊക്കെ പറഞ്ഞു. അഹം ശ്രീരാമം എന്നല്ല, രാമോഹം എന്നായിരുന്നു. ഓക്കെ, വിളിച്ചതിന് എന്തായാലും ഈ ആൻസർ എല്ലാവരും എഴുതി വയ്ക്കുക, മനസ്സിലാക്കാം. നമുക്കൊരു കോളർ കൂടി ഉണ്ട്. നമസ്കാരം. നമസ്കാരം. രാമായണ സംസ്ഥയിലേക്ക് സ്വാഗതം. ആരാണ്, പറയൂ. ബിനോജിന്റെ അനിയനാണ്. ബിനോജിന്റെ അനിയന്റെ പേരെന്താ? കൃഷ്ണദേവ്. കൃഷ്ണദേവേ, ഇപ്പൊ ഞാൻ അഹല്യ മോക്ഷ സമയത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ കേട്ടോ? ഫോൺ ചെയ്യണതിന്റെ തിരക്കില് കേട്ടില്ല അല്ലേ? പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും ടി വിയിലേക്ക് നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അഹല്യ മോക്ഷ സമയത്ത് ശ്രീരാമചന്ദ്രൻ പാറമേൽ കാൽ വെച്ച് ചോദിച്ച പറഞ്ഞ വാക്ക് എന്തായിരുന്നു അറിയോ? രാമോഹം എന്നായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടി പറയാണ്. ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? അപ്പം എന്നാ കൃഷ്ണദേവ് അല്ലേ? കൃഷ്ണദേവനോട് നമ്മുടെ ഒരു ചോദ്യം ചോദിക്കാം. ശരി, മേഘനാഥന് ഒരു വരം കിട്ടിയിട്ടുണ്ട്, അത് എന്തായിരുന്നു?
അതായത് അദ്ദേഹത്തിനെ കൊല്ലുന്നതിനെ പറ്റിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ വധം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അയ്യോ, ഞാൻ ചോദിക്കുന്നത് മേഘനാഥന് ഒരു വരം കിട്ടിയിട്ടുണ്ട്, എന്തായിരുന്നു അത്? അദ്ദേഹത്തിനെ വധത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വരാണത്. അദ്ദേഹത്തിനെ ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമേ വധിക്കാൻ സാധിക്കുള്ളൂ എന്നാണത്. ഇത്രയും ക്ലൂ തരാൻ പാടില്ലാത്തതാണ്. വിനോജേ ഒന്ന് വേഗം നോക്കി നോക്ക്. മേഘനാഥൻ എന്ന് പറഞ്ഞ ആരാന്നറിയില്ലേ? അതെ, രാവണന്റെ മകൻ. രാവണന്റെ മകനൊരു വരം കിട്ടിയിട്ടുണ്ട്, മേഘനാഥനൊരു വരം കിട്ടിയിട്ടുണ്ട്. അറിയില്ല, സാരമില്ല, നമുക്കിനി അടുത്ത കോളറോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, സാരമില്ല, ഇനി വിളിക്കരുത് ബിനോജ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ അടുത്ത ആളോട് ചോദിക്കുമ്പോൾ പറയാം. അതേപോലെ തന്നെ ഞാൻ രാവിലെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കരാഗ്രവസ്തുലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞു. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പെട്ടെന്ന് എണീക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ വേറെ എവിടെയെങ്കിലും സ്വപ്നത്തിലായിരിക്കും. ഒരു സെക്കൻഡ്, ഒരു കോൾ ഉണ്ട്. നമസ്കാരം. 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 ഹലോ ഹലോ നമസ്കാരം, രാമായണ സമസ്യയിലേക്ക് സ്വാഗതം. ആരാണ്? കോള് അതാ മോനൂട്ടാ, ആരോ വിളിച്ചു കരയുന്നുണ്ട് ഫോൺ എടുത്തിട്ട് അല്ലേ? സാരമില്ല, നമുക്കിത് എന്തായാലും ഫോണിൽ കുട്ടികൾ കളിക്കാതെ ശ്രദ്ധിക്കുക. നമുക്കൊരു കോളർ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം, രാമായണ സമസ്യയിലേക്ക് സ്വാഗതം. ആരാണ്? ഈ കോൾ കട്ടായിട്ടുണ്ട്. സാരമില്ല, നമുക്കെന്തായാലും അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ കാര്യം പറയാം. നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബോഡി നമ്മൾ കുറേ നേരം അങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് കിടക്കണം അല്ലേ? അതിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വൈബ്രേഷൻസ് ഉണ്ടായിട്ട് നമുക്ക് ആ ഒരു എനർജി ലെവലിൽ നിന്ന് നമ്മൾ മാറും. പെട്ടെന്നുള്ള വ്യതിയാനം നമുക്ക് ചിലപ്പോൾ തലയിറക്കം അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാൻ കാരണമാക്കും. അതിനുവേണ്ടി നമ്മുടെ കോൺസെൻട്രേഷനെ കൈകളിലേക്ക് കൊണ്ടുവരികയാണ് ആദ്യം. അതിനാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ മന്ത്രം. നമുക്കൊരു കോളർ ഉണ്ട്. നമസ്കാരം. നമസ്കാരം, രാമായണ സമസ്യയിലേക്ക് സ്വാഗതം. ആരാണ്? അശ്വതി. അച്ചോതി. അശ്വതി എവിടെ? അശ്വതി കുട്ടി എവിടെന്നാ വിളിക്കണത്? കുന്നക്കാവുന്ന്. അശ്വതി എന്താ ചെയ്യണ? 7ാം ക്ലാസ്സിലാണ്. അശ്വതി കുട്ടി എവിടെ? ടി വിയിൽ നോക്കരുത് കേട്ടോ, ടി വിയിൽ നോക്കരുത്, ഫോണിൽ പറയണത് മാത്രം ശ്രദ്ധിക്കൂ. ടി വിയിൽ നോക്കിയിട്ട് ഇവിടെ ഫോണിൽ സംസാരിക്കരുത് കേട്ടോ. നമ്മള് ചോദിച്ചൊരു ചോദ്യം കേട്ടിരുന്നോ? സൗണ്ട് കുറയ്ക്കുക, അതാദ്യം ചെയ്യും. മേഘനാഥന് ഒരു വരം കിട്ടിയിട്ടുണ്ട്, അതെന്തായിരുന്നു? മേഘനാഥന് ഒരു വരം കിട്ടിയിട്ടുണ്ട്, അതെന്താണ്? അദ്ദേഹത്തിന്റെ വധം സംബന്ധിച്ച ഒരു വരാണ്. എന്താ അത്? വേഗം ചോദിക്ക്. ആരെ കൊണ്ട് കൊല്ലാൻ സാധിക്കില്ല എന്നാണോ? ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമേ കൊല്ലാൻ സാധിക്കൂ എന്നാ പറഞ്ഞത്. അത് ആരായിരുന്നു? ആരെ കൊണ്ടാണ്? മീൻസ് അതിനൊരു പ്രത്യേക ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ദേവന്മാരൊക്കെ ആ കാര്യത്തിൽ രാമന്റെ മകനോ? മേഘനാഥനെ ആരെ കൊന്നേന്ന് പോലും അറിയില്ലേ? അച്ചോതിക്കുട്ടി. അച്ചോതിക്കുട്ടി രാമായണം വായിക്കോ? രാമായണ കഥ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ടോ? രാമായണം കഥ പറഞ്ഞു തന്നിട്ടുണ്ടോ മുത്തശ്ശിയൊക്കെ? ഇല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ അമ്മോടോ അല്ലെങ്കിൽ ആരാളുള്ള അമ്മമ്മയൊക്കെ ഉണ്ടോ അവിടെ? എന്നാ അമ്മോടോ ഇത് പറഞ്ഞു തരാൻ പറയൂ കേട്ടോ രാമായണ കഥ. ഉത്തരം കേൾക്കണം. അടുത്ത കോളറോട് നമുക്ക് ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞു തരാം കേട്ടോ ഏട്ടൻ. വിളിച്ചതിന് വളരെയധികം നന്ദി. അച്യുതിക്കുട്ടി ഇങ്ങനെ രാമന്റെ മകനെ കൊന്നതെന്നൊക്കെ പറഞ്ഞു മേഘനാഥനെ. ഞാൻ ഇത്രയൊക്കെ കുറേ ക്ലൂ തന്നു അല്ലേ? സാരല്ല, നമുക്ക് ഇനി ഒരു കോളർ കൂടി ഉണ്ട്. നമുക്ക് ഒരു കോളറുടെ ആ ഒരു കോൾ കൂടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ അവസാനത്തെ കോളറാണത്. നമസ്കാരം. നമസ്കാരം.
രാമായണ സംശയിലേക്ക് സ്വാഗതം. ആരാണ്? ആരാണ്? ജാതി. സ്വാതിയാണോ? സ്വാതി. ആ, എവിടെന്നാ വിളിക്കണേ? സൗണ്ട് ടിവിയുടെ വോളിയം കുറയ്ക്കൂ. അതെ, പറയൂ. ആ, ഏട്ടൻ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കട്ടെ. മേഘനാഥന് വരം കിട്ടിയിരുന്നു, അതെന്താണ്? മനുഷ്യനെ കൊണ്ട് മാത്രമെന്നോ? അതിനൊരു പ്രത്യേക ഒരു മനുഷ്യൻ എന്ന് പറയണ്ട, ഒരു പ്രത്യേക മനുഷ്യനാണ്. ആരാണ്? ഒരു പ്രത്യേക മനുഷ്യൻ പറഞ്ഞ ഒരു പ്രത്യേക ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്, ഒരു നിബന്ധന പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ മനുഷ്യന്മാരെ കൊന്ന മരിക്കാലോ. വിഷ്ണുവിനോ? അങ്ങനെയല്ല, ഒന്നുകൂടി ആലോചിക്കും. ഇനി ക്ലൂ തരാൻ പറ്റില്ല. മേഘനാഥന്റെ വരം ഇത് കൂടുതൽ ക്ലൂ തരാൻ പറ്റില്ല. ഞാൻ ഇത് മൂന്നാമത്തെ റിപ്പീറ്റേഷനാ ചോദ്യം, അതുകൊണ്ട് ക്ലൂ തരാൻ പറ്റില്ല. മൂന്നാമത്തെ റിപ്പീറ്റേഷനായി ക്ലൂ തരാൻ പറ്റില്ല. സാറില്ല, ഏട്ടൻ പറഞ്ഞുതരാം കേട്ടോ. അദൃശ്യനായ ആരെങ്കിലും അല്ല. സാറില്ല, ഏട്ടൻ പറഞ്ഞുതരാം. ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഉത്തരം പറഞ്ഞുതരാം. മേഘനാഥന് വരം കിട്ടിയത് വേറൊന്നുമില്ല, 12 വർഷം ഉറക്കമൊഴിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ 12 വർഷം ഉറക്കമൊഴിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മേഘനാഥനെ കൊല്ലാൻ സാധിക്കുള്ളൂ. അതാരെ കൊന്നെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ലക്ഷ്മണനായിരുന്നു കൊന്നുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും ഇന്നത്തെ നമ്മുടെ രാമായണ സമസ്യ ഇവിടെ പൂർണ്ണമാവാണ്. ഇനി എല്ലാവരും അടുത്ത ആഴ്ച കൂടി നമുക്കൊരു എപ്പിസോഡ് ഉണ്ട്, അന്ന് വിളിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ആ കൈൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടികളെ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലെ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ പ്രാർത്ഥന ചെയ്തുകൊണ്ട് കയ്യിലോട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവന്ന് ആ കൈ ഭൂമിയിൽ തൊട്ട് വന്ദിച്ചതിന് ശേഷം മാത്രം എണീക്കുക. കാല് നിലത്ത് വയ്ക്കുന്നതിന് മുമ്പേ കൈ ഭൂമിയിൽ തൊട്ട് വന്ദിക്കണം. അതിൻ്റെ സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് അടുത്ത ആഴ്ച ഞാൻ പറയാം. അതുവരെ എല്ലാവർക്കും പ്രാർത്ഥനയോടെ വിടവാങ്ങുന്നു.